സുഹൃത്തെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ചെറിയ വാക്കിനെക്കുറിച്ചാണ്. പക്ഷെ അതിൻ്റെ ശക്തി ജീവിതം തന്നെ മാറ്റാൻ കഴിവുള്ളതാണ്. ആ വാക്ക് നോ. അതെ, നോ എന്ന ശരി. നോ പറയാൻ നമ്മൾ പേടിക്കുന്നതെന്ത്? നോ പറഞ്ഞാൽ ആളുകൾ വിഷമിക്കുമോ എന്ന് നമ്മൾ പേടിക്കുന്നു. നോ പറഞ്ഞാൽ നമ്മളെ മോശമാളായി കാണുമോ എന്ന് ചിന്തിക്കുന്നു. നോ പറഞ്ഞാൽ ബന്ധങ്ങൾ തകരുമോ എന്ന ആശങ്ക. ഇതിനാലാണ് മനസ്സില്ലെങ്കിലും യെസ് പറയുന്നത്. യെസ് പറയുന്നതിൻ്റെ മറഞ്ഞിരിക്കുന്ന വില മനസ്സില്ലാതെ യെസ് പറയുമ്പോൾ നമ്മൾ പതുക്കെ സ്വയം നഷ്ടപ്പെടുന്നു. സമയം നഷ്ടപ്പെടുന്നു. എനർജി കുറഞ്ഞു പോകുന്നു. ആത്മബഹുമാനം ഇടിയുന്തിയുന്നു. മനസ്സിൻ്റെ സമാധാനം അകലുന്നു. ഇത് തുടർന്നാൽ നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം നിറവേറ്റാനായിരിക്കും. നോ പറയുന്നത് സ്വാർത്ഥതയാണോ? അല്ല. നോ പറയുന്നത് സ്വാർത്ഥതയല്ല. അത് സ്വയം ബഹുമാനമാണ്. നമ്മളെ സംരക്ഷിക്കുന്ന തീരുമാനമാണ്. എല്ലാവർക്കും യെസ് പറയുന്ന ഒരാൾ അവസാനം ജീവിതത്തോട് തന്നെ യെസ് പറയാൻ കഴിയാത്തവനാകും. ആളുകൾ നോ പറയാൻ പേടിക്കുന്നത് പ്രധാന കാരണങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന പേടി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനായി തോന്നണം എന്ന ആഗ്രഹം, ഇല്ല പറയരുത് എന്ന ബാല്യത്തിലെ കണ്ടീഷനിങ് കുറ്റബോധം, സെൽഫ് വർത്ത് കുറവ്. പക്ഷെ നമ്മുടെ വില മറ്റുള്ളവരുടെ അപ്രൂവൽ അല്ല. നോ സമം ബൗണ്ടറി. നോ എന്നത് ബന്ധം തകർക്കുന്ന വാക്കല്ല, അതൊരു അതിരാണ്. നമ്മൾ എവിടെ വരെ മറ്റുള്ളവർ വരണം എന്ന് നിശ്ചയിക്കുന്ന ഒരു വ്യക്തമായ രേഖ. ബൗണ്ടറി ഇല്ലെങ്കിൽ പീസില്ല. നോ പറഞ്ഞപ്പോൾ തുടങ്ങുന്ന മാറ്റം ആദ്യമായി അതാണ് സ്വാതന്ത്ര്യം. ഗിൽറ്റില്ലാതെ നോ പറയാനുള്ള 5 വഴികൾ. ശാന്തമായി പറയുക. അധിക എക്സ്പ്ലനേഷൻ വേണ്ട. ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ആത്മവിശ്വാസത്തോട് പറയുക. ആവശ്യമെങ്കിൽ വീണ്ടും പറയുക. നോ പറയാൻ ശബ്ദമുയർത്തേണ്ടതില്ല. മനസ്സ് ശക്തമായാൽ മതി. ഓർമ്മിക്കേണ്ട ശക്തമായ വാക്യങ്ങൾ. എൻ്റെ പീസ് പ്രധാനമാണ്. എനിക്ക് എല്ലാത്തിനും യെസ് പറയേണ്ട ബാധ്യതയില്ല. നോ പറയുന്നത് എന്തതെൻ്റെ അവകാശമാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുക്കരുത്. സമയം വിലപ്പെട്ടതാണ്. എനർജി വിലപ്പെട്ടതാണ്. ജീവിതം അതിലും വിലപ്പെട്ടതാ. നോ പറയാൻ പഠിച്ച ദിവസം ജീവിതം സ്വന്തമാകാൻ തുടങ്ങും. നോ എന്ന ശരി, ഇത് സ്വാർത്ഥതയല്ല, ഇത് സ്വയം രക്ഷയാണ്. ഉറപ്പോടെ നോ പറയുമ്പോൾ അസൗകര്യം തോന്നും, കുറ്റബോധമുണ്ടാകും. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഉള്ളിലൊരു വലിയ ആശ്വാസം തോന്നിത്തുടങ്ങും. അടുത്ത തവണ മുതൽ നോ പറയാൻ മടിക്കണ്ട. നോ പറയേണ്ട സ്ഥലത്ത് ഭയത്തോടെയല്ല, ആത്മവിശ്വാസത്തോടെ നോ പറയുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സ്വയം തകർക്കരുത്. ഓർമ്മിക്കൂ, നോ പറഞ്ഞാൽ നിങ്ങൾ മോശമാകുന്നില്ല. നോ പറഞ്ഞാൽ നിങ്ങൾ ശക്തമാകുകയാണ്. ശുഭദിനം.